റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം പ്ലാൻ ആണ്. വെറുതെ ഒരു റിട്ടയർമെന്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കില്ല. അതിന് കൃത്യമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരിക്കും. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് മോഡലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓൺലി 5 സ്റ്റെപ്സ്. ഈ 5 സ്റ്റെപ്സ് ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിനെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തത് ഗോൾ ക്ലാരിറ്റിയാണ്. നമുക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് നമുക്ക് എത്ര വേണ്ടി വരും എന്നുള്ളത്. നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളതാണ്. അതായത് നമ്മൾ റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നുള്ള എക്സ്പെൻസ് ഒക്കെ തന്നെ അന്നും കാണും. അപ്പോൾ ആ ഒരു എക്സ്പെൻസിലേക്ക് നമുക്ക് എത്ര രൂപ നമുക്ക് മന്ത്ലി നമ്മുടെ കയ്യിൽ വരണം എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചിലപ്പോൾ 40,000 ആയിരിക്കാം, ചിലർക്ക് അത് 50,000 ആയിരിക്കാം, ചിലർക്ക് അത് 20,000 ആയിരിക്കാം. അപ്പോൾ എത്രയാണ് നമുക്ക് വേണ്ടി വരിക എന്നുള്ള ആ ഒരു ഗോളിന് നമ്മൾ ക്ലാരിറ്റി ഉണ്ടാക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് മൊത്തത്തിൽ എത്ര ആവശ്യം വരും എന്നുള്ളതാണ്. മാസം ഇത്ര കിട്ടും എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മൊത്തം നമുക്കൊരു റിട്ടയർമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വേണ്ടി വരും. അത് 1 crore ആവാം, 2 crore ആവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനൊക്കെ ചില കാൽക്കുലേഷൻസ് ഉണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു ഗോള് എത്രയാണെന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, സ്റ്റാർട്ട് എയർലി എന്നുള്ളതാണ്. പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ആകുമ്പോഴാണ് അവർ പ്ലാൻ ചെയ്യാനായിട്ട് റെഡി ആവുന്നതെന്നാണ്. ഒരിക്കലും നമുക്ക് റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് പ്ലാൻ ചെയ്താൽ നമ്മുടെ റിട്ടയർമെന്റ് ഫണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ വളരെ നേരത്തെ തന്നെ, ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടെ വളരെ നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് നല്ലൊരു ഫണ്ടിലേക്ക് അത് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. മാസം ഒരു 5,000 രൂപ വെച്ചിട്ടോ അല്ലെങ്കിൽ 3,000 രൂപ വെച്ചിട്ടോ, അത് നമ്മുടെ ഇൻകത്തിനനുസരിച്ച് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയാണെന്ന് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ മന്ത്ലി ഒരു SIP ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടത് ആവശ്യമാണ്. നാലാമത്തെ കാര്യം, ടാക്സ് പ്ലാനിങ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. പല ആളുകളും ചെയ്യുന്നത് നല്ല വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തും, പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത് അതിന് നല്ലൊരു എമൗണ്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അത്രയും ഒരു എമൗണ്ട് ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ കാര്യം ഉണ്ടാവില്ല. അതിൻ്റെ കുറേയൊക്കെ ടാക്സിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഫണ്ട് അവിടെ സ്വാഭാവികമായി കുറയുകയാണ് ചെയ്യുന്നത്. അതേസമയം ചില ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻകം ആണ്. ഇതൊക്കെ ആണെങ്കിൽ നമുക്കത് വളരെ നല്ല രീതിയിൽ നമുക്കത് എടുക്കാൻ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പ്ലാനുകളെല്ലാം നമ്മൾ ആനുവലായിട്ടെങ്കിലും റിവ്യൂ ചെയ്യണം. നമ്മൾ വച്ചിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള റിവ്യൂ കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യമെങ്കിൽ അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തേണ്ടതുണ്ട്. ഇതേ രീതിയിൽ ഒരു ഗെയിം പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് വറി ചെയ്യേണ്ടി വരില്ല. അപ്പോൾ കൂടുതൽ ടിപ്സിനും അതുപോലെയുള്ള സജഷൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.